NCP ഉപാധ്യക്ഷ ലതിക സുഭാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. 48-ാം വാർഡിലേക്കാണ് കോട്ടയം നഗരസഭയിൽ ലതിക സുഭാഷ് മത്സരിച്ചത്. ചേച്ചി, ഒരു പരാജയമാണ് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ജയവും പരാജയവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. ഞാൻ UDF-ലായിരിക്കുമ്പോൾ തോറ്റുപോകും, മുഖ്യമന്ത്രിക്കെതിരെ മലമ്പുഴയിൽ മത്സരിക്കണമെന്ന് അന്നത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഓടി മലമ്പുഴയിൽ പോയി മത്സരിച്ച് പരാജയം ഏറ്റുവാങ്ങിയ ആളാണ്. ഇവിടെ NCPക്ക് കിട്ടിയ 48-ാം വാർഡിൽ മത്സരിക്കണമെന്ന് പാർട്ടിയും അതുപോലെ മുന്നണിയും എന്നോട് പറഞ്ഞ് അതൊരു നിയോഗം പോലെ അത് ഏറ്റെടുക്കുകയായിരുന്നു. എനിക്കിത് പരാജയത്തിൽ വലിയ അത്ഭുതമില്ല. കാരണം വളരെ പെട്ടെന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിത്വം. അതുപോലെ തന്നെ കഴിഞ്ഞ തവണയും 3-ാം സ്ഥാനത്ത് എത്തിയ ഒരു വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. ലതിക സുഭാഷിനെ എല്ലാവരും അറിയും എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഈ വാർഡിലെ ജനങ്ങളെ ഞാനും പഠിക്കണം. 3 മാസം കൊണ്ട് വളരെ പെട്ടെന്ന് ഈ 3 ആഴ്ച ഇവിടെ തന്നെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനം നടത്തി. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരും എന്നോടൊപ്പം സഹകരിച്ചു. സംസ്ഥാന രാഷ്ട്രീയം മൊത്തം നോക്കുക, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു UDF ട്രെൻഡ് കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണം? പ്രത്യേകിച്ചും ഈ സർക്കാർ വിരുദ്ധ വികാരമാണോ അതോ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടായിരുന്നു? എവിടെയാണ് ഒരു മാറ്റം വന്നത്? സർക്കാർ വിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം വിജയിച്ചു എന്നും എന്തുകൊണ്ടാണ് ഇത് ഇത്തരമൊരു റിസൾട്ട് എന്നുമൊക്കെ ചർച്ച ചെയ്യേണ്ടതും അത് പറയേണ്ടതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളാണ്. അവരിപ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. തീർച്ചയായിട്ടും അതാണ്. എന്തായാലും പാർട്ടി പറഞ്ഞത് അനുസരിച്ചു. വിജയം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിലുള്ളൊരു വാർഡാണ്, UDFൻ്റെ ഒരു കോട്ടയാണ്. അവിടെ പാർട്ടി പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. എന്തായാലും ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് ലതിക സുഭാഷ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഈ തോൽവിയുടെ ഒരു കാരണം അതെന്താണെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറയട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ലതിക സുഭാഷിനുള്ളത്.